ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? ഈ മോർണിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടൊരു ട്രേഡ് ഇല്ല എന്നുള്ള ഡയറക്ഷൻ തന്നെയായിരുന്നു മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർ സൈഡ് വൈസ് ആയിരുന്നു മാർക്കറ്റ്. നമ്മൾ ഇന്നിപ്പോൾ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ട് ലെവൽസ് എന്താണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് അവിടെ നിന്ന് മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയാം, ഞാൻ ലെവൽസ് പറഞ്ഞിട്ടുണ്ട്, അതിനകത്തുനിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ബട്ട് ഓപ്ഷൻ സെല്ലറാണെന്നുണ്ടെങ്കിലും ഫ്യൂച്ചേഴ്സിൽ ബൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് എൻ്റെ ചാനൽ, എൻ്റെ ടെലഗ്രാം ഫോളോ ചെയ്യുന്നവരിൽ മോസ്റ്റ് ഓഫ് ദം ആർ ഓപ്ഷൻ ബയേഴ്സിന് അവിടെ പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ല. ഡെഫിനറ്റ്ലി അതിനോ, ഞാൻ അത് ചാർട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ അതുകൊണ്ട് തന്നെ മോർണിംഗ് അവേഴ്സ് തന്നെ ഞാനിന്ന് ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞാൻ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷമാണ് ഞാനിവിടെ നമ്മുടെ ഓഫീസിൻ്റെ AC മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചു. അയാൾ വന്നു, കറക്റ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഞാൻ ഇരിക്കുന്നത് തൊട്ട് മുകളിലാണ് AC. സോ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന അതേ സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്ക് ഈ വീഴ്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ട്രേഡ് ഇല്ല എന്നുള്ള ചിന്തയിലായതുകൊണ്ട് തന്നെ അത് ഒരു പെർസെൻറ്റേജ് പോലും റിഗ്രറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് കണ്ടിട്ട് ആസ് ഓഫ് നൗ, അതായത് ആ ഒരു സമയത്ത് മാർക്കറ്റിൽ എന്താണുള്ളത് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. സോ മോർണിംഗിൽ ട്രേഡ് ഇല്ല എന്നുള്ള ലെവലിലാണ് എൻ്റെ ചിന്തയുണ്ടായിരുന്നത്. ബട്ട് മാർക്കറ്റ് ലാസ്റ്റിൽ എന്തായി, ഫാളായി വീണു. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് 23,000 എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. ആൻഡ് നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെ നോക്കിയാലും മാർക്കറ്റിൽ നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഫോൾ ഉണ്ടായിട്ടുണ്ട്. അറൗണ്ട് 500 പോയിൻറ്റ്സിനോളം ഫോൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ ലാസ്റ്റാണ് നോക്കിയപ്പോഴാണ് കണ്ടതൊക്കെ. അതിനകത്ത് ഇപ്പോൾ നമ്മളില്ലാത്ത ട്രേഡിൽ നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളില്ലാത്ത ദിവസങ്ങളിൽ എത്രയോ പ്രാവശ്യം മാർക്കറ്റ് മൂവ് ആയിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആക്റ്റീവായിട്ട് മാർക്കറ്റിൽ ഈച്ച് ആൻഡ് എവറി ഡേ, ഈച്ച് ആൻഡ് എവറി ക്യാൻഡിൽ എന്ന് പറയുന്നത് പോലെ നോക്കാൻ തുടങ്ങിയത് 2018, 19 ആ ഒരു സമയത്തൊക്കെയാണ്, 18 ആ ഒരു സമയത്തൊക്കെയാണ്. അതിന് മുമ്പും മാർക്കറ്റിൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആക്റ്റീവായിട്ട് നോക്കുന്ന കാര്യം പറയാം കേട്ടോ. സോ അതിന് മുമ്പ് മാർക്കറ്റിൽ ഒരുപാട് മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല, നിങ്ങളും ഉണ്ടാവില്ല. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പനിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. ആ സമയത്തും ഞാൻ ആ ട്രേഡ് ചെയ്തില്ലല്ലോ എന്നാലോചിച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് ആർക്കും സങ്കടമൊന്നും വരാറില്ല. അതുപോലെ തന്നെ നമ്മളില്ലാത്തൊരു മാർക്കറ്റ്, അത് മാർക്കറ്റിൻ്റെ പാട്ടിന് പോയി. ബട്ട് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി, ഉറപ്പില്ല, ആ കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് അവിടെ ട്രേഡ് എടുക്കുമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉറപ്പില്ലാത്ത സംഗതിയാണെന്നുള്ളതാണ്. ബട്ട് എന്നാലും നല്ലൊരു ട്രെൻഡ് ഇന്ന് കാണാൻ പറ്റി. പ്രീമിയം ഒക്കെ നല്ല രീതിയിൽ 25 ഇരുന്ന സാധനമൊക്കെ 200 വരെയൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ നല്ലൊരു ട്രേഡായിരുന്നു. ആൻഡ് ആരെങ്കിലും ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാപ്പി, ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഓഫ് വിന്നിംഗ് റേഷ്യോ കാണാനുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലും കുറേ ആളുകൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല കാര്യം. ആൻഡ് നമുക്ക് അൾട്ടിമേറ്റ്ലി കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു സ്ട്രെങ്ത് കാണുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഫോൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്രീമിയവും നല്ലതുപോലെ കൂടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് നമ്മുടെ മാർക്കറ്റിന് ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം തീരുമാനിക്കാം. 2 ദിവസം ഹയർ ഹൈ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ, ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ മുകളിലേക്കുള്ള ക്വാണ്ടിറ്റിയിൽ അഗ്രസീവ് ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പേരിന് ട്രേഡ് എടുത്തു എന്നുള്ള ലെവലിൽ മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റും. ആൻഡ് അഗെയിൻ മുകളിലേക്കുള്ള ട്രേഡ് ആയതുകൊണ്ട് തന്നെയാണ് 2 പ്രാവശ്യം അഗ്രസീവ് ആവരുത് എന്ന് 2 പ്രാവശ്യം ഞാൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ആൻഡ് അഗെയിൻ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്, യെസ്, പറഞ്ഞ കേസത്രേ ഉള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. സോ ഞാൻ എന്തായാലും എടുക്കാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ട്രേഡ് 2 ഹയർ ഹൈസ് കിട്ടുന്നത് വരെ, ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ 2 ഹൈ ക്ലോസ് കിട്ടുന്നത് വരെ ഞാൻ എന്തായാലും അഗ്രസീവായിട്ട് മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല. അതിനിപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, എത്ര പോയിന്റ് തന്നെ ട്രാവൽ ചെയ്താലും ശരി. സോ ഇതാണ് എൻ്റെ ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ നമുക്ക് നാളത്തേക്കുള്ള ഡിസ്കഷനിലേക്ക് പോകാം. ആൻഡ് ശനിയാഴ്ച നമ്മൾ വീഡിയോ ചെയ്യുന്ന ദിവസമാണ്, നാളെ വെള്ളിയാഴ്ചയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്ക് എന്നുള്ളത് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ നമുക്ക് സമയം കളയാതെ ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നമുക്ക് ആദ്യം നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നല്ലോ ഇന്നത്തെ ദിവസം അല്ലേ. സോ നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇതൊക്കെയായിരുന്നു. ഈ ഒരു 2 ലെവലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇന്നത്തെ ദിവസം നമ്മൾ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഐ തിങ്ക് ഈ ഒരു ലെവലോ എങ്ങാണ്ടാണ്. ആൻഡ് ഇവിടെ ചെറിയ ട്രേഡ് വന്നിട്ടുണ്ട്. ബട്ട് അതിനകത്ത് പ്രീമിയോ കാര്യങ്ങളൊന്നും കൂടിയിട്ടില്ല. ബട്ട് ഇവിടുന്ന് നമ്മൾ ബ്രേക്ക് ഔട്ട് ഉണ്ടായതിനു ശേഷം, അതായത് ഇവിടുന്നാണ് കാര്യമായിട്ട് പ്രീമിയം കൂടാൻ തുടങ്ങിയത്. ബ്രേക്ക് ഔട്ട് ഉണ്ടായതിനു ശേഷം നല്ലൊരു മൂവ് കാണാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും ടോപ്പ് നിന്ന് സെല്ല് ചെയ്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ഇവിടെ മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഹീറോ സെറ്റപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് ഹീറോ സെറ്റപ്പ് ഞാൻ വാച്ച് ചെയ്ത സ്ട്രൈക്ക് ഞാൻ നമുക്ക് പറഞ്ഞുതരാം. ഞാൻ വാച്ച് ചെയ്തത് 23,050 എന്നുള്ള സ്ട്രൈക്കായിരുന്നു. ഞാനത് ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം, ഞാൻ ഹീറോ സെറ്റപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഒന്നെങ്കിൽ എനിക്ക് മോർണിംഗിൽ ട്രേഡ് ചെയ്തൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. ആ ഒരു പ്രോഫിറ്റിൻ്റെ ചെറിയ പെർസെൻറ്റേജ് വെച്ചിട്ട് മാത്രമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. ഹീറോ സെറ്റപ്പിനെ യൂഷ്വലി ഞാൻ ട്രേഡ് ചെയ്യാറുള്ളൂ. കാരണം എൻഡ് ഓഫ് ദ ഡേ പോയിട്ട് അടി വാങ്ങുന്നില്ല. അത്രയും സമയം നമ്മൾ ഇരുന്നിട്ട് എൻഡ് ഓഫ് ദ ഡേ പോയിട്ട് അടി വാങ്ങുക എന്ന് പറയുന്നത് എൻ്റെ റൂളിന് അഗെയിൻസ്റ്റാണ്. കാരണം നമുക്ക് ലൈക്ക് എന്താ പറയുക, നമ്മളുടെ റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് മണി മാനേജ്മെൻറ്റ് നമ്മൾ ആ ഒരു രീതിയിൽ ഫോം ചെയ്താലേ അല്ലെങ്കിൽ അലൈൻ ചെയ്ത് വെച്ചാലേ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവുകൊണ്ട് ഞാൻ എനിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റൂളാണ്. ആൻഡ് അതിനിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റിയില്ലേ, ഈ ഫോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലേ എന്നൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് സിംപ്ലി കെയർ എന്നുള്ളതാണ്. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ പറഞ്ഞു വന്ന ദിവസം എന്തുകൊണ്ട് ഹീറോ സെറ്റപ്പ് എടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം വാച്ച് 23,000 എന്നുള്ള ലെവലിൻ്റെ താഴെയായിട്ട് പ്രോപ്പറായിട്ട് ട്രാപ്പ്, ഓറൽസ് ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് ട്രാപ്പ് അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ട്രേഡിൽ പ്ലാൻ ചെയ്തേനെ. ആൻഡ് ആ ഒരു സ്ട്രൈക്ക് എനിക്ക് തോന്നുന്നു 7 രൂപയിൽ നിന്ന് ഏകദേശം 27, 25 ആ റേഞ്ചിലേക്കൊക്കെ പോയിട്ടുണ്ട്. ബട്ട് അത് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നുള്ള തന്നെ റിയാലിറ്റി. കാരണം വിക്ക് മാത്രം അടിച്ച് പോരുന്ന ട്രേഡാണ്. 1 മിനിറ്റിൽ വിക്ക് അടിച്ച് പോരുന്ന ട്രേഡിൽ എത്രത്തോളം ബുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എന്നിരുന്നാൽ പോലും മൂവ്മെൻറ്റ് കാണാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആരും ട്രേഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. ആൻഡ് അഗെയിൻ നാളത്തേക്കുള്ള ലെവൽസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് സീരീസ് ഓഫ് നെഗറ്റീവ് ക്യാൻഡിൽസ് ആണ്. ഇപ്പം ഈ ഒരു ക്യാൻഡിൽ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കാണാൻ പറ്റുമെങ്കിലും അല്ലെങ്കിൽ ഡോജി ക്യാൻഡിലായിട്ട് കാണാൻ പറ്റുമെങ്കിലും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ക്യാൻഡിൽസ് എല്ലാം ആഫ്റ്റർ ദ ക്യാൻഡിൽ വരുന്ന എല്ലാം തന്നെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റുള്ള ക്യാൻഡിലാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അങ്ങനെ എഗെയിൻ നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറി തന്നെയാണ് അവിടെയുള്ളത്. ഇപ്പം ഇവിടെ നമ്മളൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് നമ്മളിതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു ഫോളോ ത്രൂ ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എഗെയിൻ നമുക്ക് നിഫ്റ്റി തന്നെ നോക്കാം. നമുക്ക് എന്താണ്, നമുക്കിപ്പോൾ നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സാണ്. സോ നമുക്ക് മുമ്പിൽ കാണുന്നത് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. സോ ആസ് ഓഫ് നോ നമുക്ക് നാളത്തേക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ലോവർ സൈഡിൽ വാച്ച് ചെയ്യാൻ പോകുന്നത് 22,950 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവൽ കൂടി ആയിരിക്കും, 23,85 എന്നുള്ള ഈ ഒരു ലെവൽ കൂടി. 1 സെക്കൻഡ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് പോട്ടെ. 85 അല്ല, നമുക്ക് 2300 എന്നുള്ള ലെവൽ എടുക്കാം. സോ 2300 എന്നുള്ള ലെവൽ കൂടിയാണ് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ 2 ലെവലിനെ ആയിരിക്കും നാളത്തേക്ക് വാച്ച് ചെയ്യുക. ഇവിടെ ചെറിയൊരു ലെവൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 40 പോയിൻറ്റ് ഓപ്ഷനേ ഉള്ളൂ. അത് മാത്രമല്ല നാളെ പുതിയ എക്സ്പയറി സ്റ്റാർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് അതിനകത്തൊന്നും കിട്ടൂല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റേഞ്ചിലെ വാച്ച് ചെയ്യുന്നത്. ഈ റേഞ്ചിലെ താഴത്തേക്ക് മുകളിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റുകൾ തന്നെ ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. 960 താഴെ വരികയാണെന്നുണ്ടെങ്കിൽ 880 ആൻഡ് അതിനുശേഷം 800 എന്നുള്ളതായിരിക്കും ലെവലായിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. 2300 മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ 220 ആ റേഞ്ച് വരെയുള്ള മൂവ്മെൻറ്റ് നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ മാർക്കറ്റിൽ ഫ്ലാറ്റ് ഓപ്പൺ ആണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ 250 ആണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 420, 430 എന്നുള്ള ലെവലാണ്. സോ ഈ 2 റേഞ്ചിനാണ് നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത്. ഈ റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് 4900 ആൻഡ് അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 49,000 എന്നുള്ള ലെവലിനെ ആയിരിക്കും നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോവുക. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലിനെ ആയിരിക്കും 49, 430, 25 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 49,550 എന്നുള്ള ലെവലായിരിക്കും. 550 മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ലെവലായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 700 എന്നുള്ള ലെവലിനെ ആയിരിക്കും. സോ ഈ ഒരു ലെവലൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്ലാനിലുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് അഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവൽസാണ്. അതായത് 23,220 എന്നുള്ള ലെവലാണ്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 23,320 എന്നുള്ള ലെവലാണ്. സോ ഈ ഒരു 2 ലെവലിൽ ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യുന്നു. അഗെയിൻ നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നൗ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടൈറ്റ് റേഞ്ചാണ്. നല്ലൊരു ട്രേഡോടെ വരാൻ ചാൻസ് ഉണ്ട്. 11,350, 345 എന്നുള്ള ലെവലാണ്. അതുപോലെ തന്നെ 11,400 എന്നുള്ള ലെവലാണ്. സോ ഈ 2 റേഞ്ചിനാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ അനാലിസും കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ എഡ്യൂക്കേഷണൽ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.